അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ വണ്ടി കഴുകൽ കഴിഞ്ഞു. രണ്ടാമത്തെ സെക്ഷൻ രാകേശ്വരന് ഒരു സംതൃപ്തിക്ക് വേണ്ടി രണ്ടാമത് രാഷ്ട്രം ഒന്നും കൂടി തേച്ച് വരച്ച് കഴുകുകയാണ്. അപ്പോൾ കാണാം എന്തായാലും വെള്ളം തീർത്തിട്ടേ അടങ്ങുള്ളൂ വണ്ടി കഴുകുമ്പോൾ. ഇതാ നിച്ചു എന്തിനാ കേട്ടാ നിച്ചു എൻ്റെ നിച്ചു ഡി നിച്ചു മതി കളിച്ചത് വാ പോകാം. വെള്ളം സ്വഭാവം മുഴുവൻ നിർത്താം. നിച്ചു എന്താണ് നിച്ചു ഡി പടി പടി കിട്ടു നിച്ചുരി നിച്ചു ദേവൻ അപ്പിയാക്കിയാലേ നമ്മളെ കഥയില് തുടച്ച് അത് ഞാൻ വെക്കട്ടെ അങ്ങോട്ട് നിച്ചു പോയി വണ്ടി കഴുകുക വേഗം ചെല്ലി രാഗ വിളിക്കണ്ട് വണ്ടി കഴുകുക പോയിട്ട് ചെല്ലി വണ്ടി കഴുകുക. അപ്പോൾ വണ്ടി കഴുകണതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറത്തോട്ട് ഒരു റോഡാണ്. റോഡിൻ്റെ അപ്പുറത്ത് ഒരു പറമ്പുണ്ട്. അപ്പോൾ ആ പറമ്പിൽ എന്താ പറയുക പശുവും ഒരുപാട് സാധനങ്ങളുണ്ടാവും. ചിലപ്പോൾ കുറുക്ക ഉണ്ടാവും, നായ ഉണ്ടാവും, മയിലുണ്ടാവും, അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നില്ല നിങ്ങളോട്. ഇവിടെ കുറേ ഇങ്ങനെ സാധനങ്ങളുണ്ട്. ഉടുമ്പുണ്ടാവും, അതേപോലെ കീരി ഉണ്ടാവും, മുള്ളമ്പത്തി ഉണ്ടാവും, പാമ്പുണ്ടാവും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഈ പറമ്പിൽ നന്നായിട്ടുണ്ടാവും. നമുക്ക് അപ്പോൾ ചില സമയത്ത് കാണാൻ പറ്റും, ചില സമയത്ത് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറമ്പ് നിങ്ങളൊന്ന് കാണിക്കുകയും ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ വീഡിയോയിൽ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇറങ്ങാറില്ല പുറത്തോട്ട്. ഇവളെയും കൊണ്ടൊന്ന് ഇറങ്ങി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ രാജേഷനുള്ളതുകൊണ്ട് രാജേഷനാണ് നിച്ചുവിനെ ഏൽപ്പിച്ചു. അതാ പശു കേട്ടാ. അപ്പോൾ ഈ പശുവാണ് ഞങ്ങൾക്ക് പാലും മോരൊക്കെ തന്നത്. അപ്പോൾ അതെ ഇതാണ് പറമ്പ്. ഇവിടെ കുറേ സാധനങ്ങൾ ഉണ്ടാകും. കയ്യൂന്നിയൊക്കെ ഞാൻ ഹെയർ ഓയിലിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നൊക്കെയാണ് പറിക്കുകയൊക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ പറമ്പിൽ നമ്മുടെ വീടിൻ്റെ പുറകുവശത്തൊക്കെ ഉണ്ടാവും. എന്നാലും ഇവിടെ നിന്ന് ഒരുപാട് പേര് പറിച്ചുകൊണ്ട് പോകണ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ അതേ ഇവിടെ നിന്ന് ഈ അറ്റം വരെ ഈ ഒരു പറമ്പാണ്. ദേ അതിൻ്റെ ഇടയ്ക്ക് ഒരു മയിൽ കണ്ട നിങ്ങൾ കണ്ടില്ലേ മയിലിനെ? അതാ പറന്ന് പോയി കണ്ട. അങ്ങനെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഒരു പ്രാവശ്യമൊക്കെ ഉടുമ്പിനെ ഇതേപോലെ വീഡിയോയിൽ എടുത്തായിരുന്നേ. പക്ഷേ അത് ഞാൻ വീഡിയോ ആ സമയത്ത് ഡേ ഇൻ മൈ ലൈഫോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത കാരണം മൊബൈൽ കുറേ നാളുണ്ടായിരുന്നു. പിന്നെ അത് ഡിലീറ്റായി എങ്ങനെയൊക്കെ പോയി. അല്ലെങ്കിൽ കാണിക്കായിരുന്നു. എന്താ പറയുക, ഒരു പ്രത്യേക നല്ല രസമാണ് ഇതൊക്കെ ഇങ്ങനെ കാണുന്നത്. ഞാൻ എപ്പോഴും ഇരുന്ന് കാണാറൊന്നുമില്ല. പിന്നെ ഈ ഒരു കോഴിക്കോട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ. അതാ പറന്നുപോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. വണ്ടി കഴുകൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും വണ്ടി കഴുകലും നിച്ചു രാജേഷനൊക്കെ ആയിട്ട് കളിയാണ്. ഇതിങ്ങനെ ഒരു 1.5 മണിക്കൂർ ഈ വണ്ടി കഴുകി തന്നെ ഇരിക്കട്ടെ ഞങ്ങൾ. അപ്പോൾ ഇങ്ങനെ കാറ് കഴുകി സമയം പോണത് അറിയാറില്ല. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നിച്ചു ഇപ്പോൾ ചെറുതാണ്, 2.5 വയസ്സായിട്ടുള്ളത്. പക്ഷേ അവൾക്കൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി വരും. കുട്ടികൾക്ക് നമ്മളെന്താ മുതിർന്നവരെന്തെങ്കിലും ചെയ്യുമ്പോൾ അവരുടെ ഒപ്പം ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ ഞാൻ അലക്കുകയാണെങ്കിൽ പോലും അവൾ തുണിയൊക്കെ പെറുക്കി വാഷിംഗ് മെഷീനിലിടും. പിന്നെ ഉണങ്ങിയ തുണി പെറുക്കുമ്പോൾ അവൾ അവിടെ നിന്ന് തുണിയൊക്കെ പെറുക്കി കസരപ്പുറത്തിടും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മോള് ചെയ്തു തരും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലൂടെ ഉണ്ടാവും. ലൈക്ക് ചെയ്യുക. എന്താ കയ്യിലപ്പിയായി നമുക്ക് കുളിക്കാം ഇപ്പം. അപ്പോൾ നിച്ചൊരു ഹായ് പറഞ്ഞു. ഹായ്. ഒരു ഉമ്മ കൊടുത്തേരി, ഒരു പ്ലെയിൻ കേസ് കൊടുത്തേരി, ഒരു പാട്ട് പാടിയേരി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വെള്ളത്തിക്കളി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കാല് കഴുകൽ വ്ളോഗ് ഇവിടെ കഴിഞ്ഞ്. കുളിക്കാം, നമുക്ക് ബാത്റൂമിൽ പോയി കുളിക്കാം. ഇത് വന്നേക്കണം കുളിക്കാനായിട്ട്.
അപ്പോൾ ഇനിയിപ്പോൾ നിച്ചുവിനെ ഇവിടെ മുറ്റത്തിരുന്ന് തന്നെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓസൊക്കെ ഒഴിച്ച് വെള്ളം ഒഴിച്ച് കുളിപ്പിക്കണം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതേ തോർത്തും ഒരു സോപ്പ് കൊടുത്തുകൊണ്ട് വന്നു. അപ്പോൾ രാഷ്ട്രം പറഞ്ഞു കാറിൻ്റെ അരികത്ത് നിന്ന് ഞങ്ങളുടെ കടലിൽ മാറി ഒന്ന് കുളിപ്പിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പൈപ്പിഞ്ഞോട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് കുളിപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നിച്ചുവിന് ഇങ്ങനെയൊക്കെ മുറ്റത്തൊക്കെ പറമ്പിലൊക്കെ ഇരുന്ന് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ പൈപ്പും അതേപോലെ തന്നെ ഓസിലൊക്കെ വെള്ളം തെറിപ്പിക്കുകയൊക്കെ ചെയ്യണം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും കരയൊന്നുമില്ല കേട്ടോ, കുളിപ്പിക്കുന്ന സമയത്ത് കരയൊന്നുമില്ല. എണ്ണ പറഞ്ഞാൽ ഇത്തിരി മടിയാണ്. എന്നാലും ഇന്നിപ്പോൾ എണ്ണ പറഞ്ഞിട്ടില്ല, ഒരു കാക്കക്കുളി കുളിപ്പിച്ച് കയറ്റി കുറേ നേരം വെള്ളത്തിൽ കളിക്കുകയല്ലേ, അതുകൊണ്ട് വേഗം അങ്ങോട്ട് ഇനി എണ്ണ പറ്റി തൂത്ത് നിൽക്കാൻ നില വേഗം കുളിപ്പിച്ചു. അപ്പോൾ കുളിപ്പിച്ച് നന്നായിട്ട് തോർത്തി. ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ തോർത്താന്ന് പറഞ്ഞാൽ നിൽക്കുകയല്ല, അങ്ങോട്ട് ഇങ്ങോട്ട് ഓടും, പിടിച്ച് വലിച്ച് എപ്പോഴും ഇങ്ങനെ വലിച്ച് നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രാഷ്ട്രം കാറിൻ്റെ തുടക്കലും പിടിക്കലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിച്ചുവിൻ്റെ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതെ ഞങ്ങൾ കുളിച്ചേ പറഞ്ഞേ ഇങ്ങോട്ട് നോക്കി പറ ഞങ്ങൾ കുളിച്ചേ. എന്താ നമുക്ക് സുന്ദരി. അപ്പോൾ രാവിലത്തെ കുളിയെല്ലാം കഴിഞ്ഞ് തോർത്തലൊക്കെ കഴിഞ്ഞു. ഇനി നിച്ചുവിൻ്റെ മുടിയൊക്കെ വളർന്നിരിക്കണ്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം ഹെയർ കട്ട് ഞാൻ തന്നെ ചെയ്തതാണ് കണ്ടത്. അപ്പോൾ ഇത്തിരി കൂടി മുടിക്ക് നീളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെട്ടിയതാണ്. അപ്പോൾ ഇവിടെ അടങ്ങി നിൽക്കില്ലല്ലോ മുടി വെട്ടാട്ടോ, അതുകൊണ്ട് ഇത്തിരി കയറി ഇറങ്ങിയൊക്കെ പോയി. അപ്പോൾ രാവിലെ കുളിപ്പിച്ച് ഞങ്ങൾ രാസ്നാദിപ്പൊടി ഇടും. ഞാനും അതേ നിച്ചു അതേ കുഞ്ഞിൻ്റെ മുതൽ അത് ശീലമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി അവൾക്ക് എന്തൊരു ആകേഷണം ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പോവാണ്. എടി ഞങ്ങളെ കൊച്ചു സുന്ദരിയാവേ ഇതാണ് ഞങ്ങളുടെ ചുന്ദരിയാവാ. ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഞങ്ങളുടെ നല്ല ഉടുപ്പൊക്കെ ഇട്ടോ, നല്ല പാവാടയൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങള് കണ്ടില്ല, ഞങ്ങള് പാവാടയൊക്കെ ഉടുത്തട്ടോ. പറ പാവാട ഉടുത്തുന്ന പറ, പാവാട ബനിയൻ ഉട്ടുന്ന പറ, പിന്നെ മുടി കെട്ടി സുന്ദരിയായെന്ന് പറ. ആരാ പശുമ്പേ? ആഹാ പറമ്പില് പശുമ്പ് ഉണ്ടോ? അപ്പോൾ അതേ അവളുടെ കുളിയൊക്കെ കഴിഞ്ഞ് അവളെ രാകേഷേട്ടനെ എടുത്തിട്ട് പോവുകയാണ്. അവിടെ ഇനി കാറിൻ്റെ ഉള്ളിൽ കുറച്ച് നേരമൊക്കെ കളിക്കും. പിന്നെ രാഷ്ട്രം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. അതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ കുളിക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, വേഗം പരിപാടി ചെയ്യണം. ഇനിയിപ്പോൾ മുറ്റത്തൊക്കെ ഈ വെള്ളമൊക്കെ ഓസൊക്കെ ഒന്ന് മര്യാദ എടുത്ത് ഇടണം. അവളുടെ നനഞ്ഞ തുടുപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അലക്കാനായിട്ട് ഇടണം. അപ്പോൾ അതൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.